നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 13ാമത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ എന്താണ് കഴിയാത്തത്? ചരിത്രത്തിലാദ്യമായി 102 സീറ്റോടുകൂടി മാൻഡേറ്റ് കിട്ടിയ UDFന് എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തത്? ഞാൻ കുറച്ചുനാൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും VD സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയില്ല. ഈ സ്ഥാനം കിട്ടാൻ പോകുന്നത് KC വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലയ്ക്കോ ആണെന്ന്. ഞാൻ പറഞ്ഞത് സത്യമായി തീർന്നില്ലേ? ഇത്ര ദിവസമായിട്ടും എന്താണ് ഇവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തത്? KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി AICയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഒരുപാട് ചുമതലകൾ ഉള്ള ആളാണ്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ്. ആ മാന്യ വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു സുധാകരനും ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹവും MP ആണ്. പക്ഷെ ആ സ്ഥാനത്തേക്കാൾ അധികാരവും മോഡിയും വകുപ്പും ഒക്കെ ഉള്ളത് മുഖ്യമന്ത്രിക്കാണ്. എപ്പോഴും അധികാര സ്ഥാനങ്ങൾ എന്റെ കയ്യിലായിരിക്കണം, ഞാനായിരിക്കണം ഏറ്റവും വലിയ വ്യക്തിയെന്ന് ഇങ്ങനെ ആളുകൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അപചയം. ഈ സ്ഥാനമോഹം, ഈ അധികാരമോഹം ഇതെന്നും നിലനിൽക്കുന്ന ഒരു സാധനമാണ്. ഞാൻ VD സതീശനോടുള്ള വെറുപ്പ് കൊണ്ടല്ല അദ്ദേഹം ഒരിക്കലും മുഖ്യമന്ത്രിയാകുകയില്ലെന്ന് പറഞ്ഞത്. ഇതിനകത്തെ അധികാരമോഹം കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. കേരളത്തിലെ എല്ലാവർക്കും അറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ UDFന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളാണ് VD സതീശൻ. അദ്ദേഹം സത്യം പറഞ്ഞാലും നുണ പറഞ്ഞാലും അദ്ദേഹം UDFന് വേണ്ടിയാണ് സത്യം പറഞ്ഞത്. അദ്ദേഹം UDFന് വേണ്ടിയാണ് നുണ പറഞ്ഞത്. അദ്ദേഹം UDFന് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. ഇപ്പോൾ പറഞ്ഞത് നാളെ മാറ്റി പറയുകയും ഇന്നലെ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുന്നു. എല്ലാം അദ്ദേഹം UDFന് വേണ്ടി മാത്രം ചെയ്തതാണ്. ആ വ്യക്തിക്കല്ലേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുള്ളത്. ഇതിനു മുമ്പ് പലരും ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ഈ വിജയം നേടിക്കൊടുത്തത് VD സതീശൻ എന്ന ഒറ്റ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് കൊടുക്കാതെ അദ്ദേഹത്തിന് ഭരണപരിചയം ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തള്ളിക്കളയുന്നത് ശരിയല്ല. എന്താണ് ഭരണപരിചയം? അദ്ദേഹത്തിന് വേണ്ടിയത് കേരളത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ്. എങ്ങനെ ഈ സംസ്ഥാനത്തെ നയിച്ചുകൊണ്ട് പോകണം, എങ്ങനെ ഈ ഭരണം നല്ലപോലെ നിർവഹിക്കണമെന്ന് ഉള്ള ഒരൊറ്റ കാഴ്ചപ്പാട് മാത്രം മതി അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പിന്നിൽ അതിനാണ് കഴിവുള്ള സെക്രട്ടറിമാരും IASകാരും എല്ലാം ഉള്ളത്. അതിനാണ്. അവരാണ് എപ്പോഴും രാജ്യം ഭരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ ഒരിക്കലും രാജ്യം ഭരിക്കുന്നില്ല. അവരുടെ ഐഡിയകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ സെക്രട്ടറിക്കും അവരുടെ കീഴുദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുമ്പോൾ അവരത് നടപ്പാക്കുകയാണ്. അതാണ് ഭരണം. അദ്ദേഹം ഭരണത്തിന്റെ തലവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ വീണ ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ആരോഗ്യമന്ത്രിയുടെ ചുമതലയല്ല ഓപ്പറേഷൻ തിയേറ്ററിലെ ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി നിൽക്കുക എന്നുള്ളത്. അവർക്കുള്ളത് ഭരണ ചുമതലയാണ്. ഈ ഭരണ ചുമതലയാണ് VD സതീശനും കൊടുക്കേണ്ടത്. അതിന് KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഇങ്ങനെ ഇത് കൂടുകയാണ്. അധികാരമോഹമുള്ള എല്ലാ MLA മാരും അവരോട് ഹിതപരിശോധന നടത്തുമ്പോൾ അവരെല്ലാവരും മറ്റാളുകളുടെ പേര് പറയും, VD സതീശന്റെ പേര് പറയുകയില്ല. കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള KC വേണുഗോപാൽ തന്നെയായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എതിലെ കറങ്ങിത്തിരിഞ്ഞു വന്നാലും അത് KCയുടെ മുകളിൽ തന്നെ വരും. പിന്നീട് KC ചെയ്യേണ്ടത് 6 മാസത്തിനകം ജയിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും അദ്ദേഹം മത്സരിക്കുകയും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യണം. ഞാൻ VD സതീശനോട് ഒരു ഉപദേശം പറയാം. VD സതീശൻ എന്ന മനുഷ്യന് വ്യക്തിത്വമുണ്ടെങ്കിൽ വേണുഗോപാലിന്റെ മന്ത്രിസഭയിൽ നിങ്ങൾ ഒരു സ്ഥാനവും ഏൽക്കരുത്. കാരണം നിങ്ങൾ ആരുമല്ല, നിങ്ങൾക്ക് ഭരണപരിചയമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭരണപരിചയം വേണമല്ലോ.
നിങ്ങൾക്ക് ഒരു ഭരണവും പരിചയവും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരു സ്ഥാനവും ഏറ്റെടുക്കരുത്. അവർ നടത്തട്ടെ, അവർ ഭരിക്കട്ടെ, അവർ വാഴട്ടെ. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ പിന്മാറി നിന്നാൽ നിങ്ങൾ ആണാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ആണത്തമുള്ള ആളാണെന്ന് ഞാൻ പറയും. ഞാൻ ഈ പറഞ്ഞത് വി ഡി സതീശൻ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അധികാരം നൽകിയത് വി ഡി സതീശന്റെ കൈകളിലേക്കാണ്. പിണറായി സർക്കാരിനെ അട്ടിമറിച്ച് വിപ്ലവകരമായ മാറ്റം വരുത്താൻ നിങ്ങൾ അവകാശം കൊടുത്തത് വി ഡി സതീശനാണ്, അല്ലാതെ രമേശ് ചെന്നിത്തലയ്ക്കല്ല, കെ സി വേണുഗോപാലിനുമല്ല. നിങ്ങൾ ആ ഒരൊറ്റ മനുഷ്യനാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് അഹോരാത്രം പണിയെടുത്ത് ഇത്രയും വലിയ ഒരു മാർജിൻ ഉണ്ടാക്കി തന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഉള്ളവർക്ക് കമന്റ് ചെയ്യാം, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നവർക്ക് ലൈക്ക് ചെയ്യാം, എന്നെ ഫോളോ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നമസ്കാരം.